ഹലോ ഗായ്സ്, ജെ ഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ റിയാദിൽ ഹീറ്റ് കേവിലാണ്. ഹീറ്റ് കേവിൽ ഇതുണ്ടല്ലേ, അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ കുറേ ആയില്ലേ ഒരു പുഴയിലും വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പുതിയായിട്ട് ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പോയി നോക്കാം ബാ ഗൈസ്. അപ്പോൾ ആ ഒരു കേവിൻ്റെ വിശേഷങ്ങളാണെന്ന് കാണാൻ പോണതാ. ഷാജിക്ക റെഡിയാണ്, നമ്മൾ അർഷക്ക വരുന്നുണ്ട്. ഓണം നമ്മളെപ്പറ ഫുട്ബോൾ കളിക്കുന്ന 2-3 ആളുണ്ട്. എല്ലാവർക്കും കൂടെ പോയിട്ടേ കുറേ കാലമായില്ലേ പോയാലൊക്കെ കുളിച്ചിട്ട് അവിടെ പോയി കുളിച്ചാളാം. വണ്ടിയിൽ നമ്മൾ അർഷദ് മോനുണ്ട് വണ്ടിയിൽ. കുളിക്കാൻ റെഡി ആക്കുക. കാലത്തിന് ശേഷം ഒന്ന് കുളിക്കുക അല്ലേ, കുറേ കാലമായില്ലേ കുളിച്ചിട്ട്. ചിരിക്കുക കേട്ടോ സ്ഥാപനതാ. അക്ഷയ് പറഞ്ഞു ഗുണാക്കേവ് പോവാണ്. ഗുണാക്കേവ് അത്രേ. എന്തേലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒക്കെ എല്ലാവരും സംഭവം അതാണ്. അവിടെ എത്തിക്കോ തളർന്ന് ഒരു സൈഡായിക്കുന്നു. ഇവിടെ ആണെങ്കിൽ റോഡ് നല്ല വൃത്തിയുള്ള റോഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകല് ഭയങ്കര സുഖമുള്ള യാത്ര. അങ്ങനെ വന്ന് നറാച്ചിയിലെത്തി. റോക്കി ബോയുടെ നറാച്ചി. അവിടെ ആരൊക്കെ ഉണ്ട് കേട്ടോ, ആ ഏരിയയിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ സംഭവ സ്ഥലത്ത് എത്തിക്കണം കേട്ടോ. ഈ ഒരു ഏകദേശം ഈ ഒരു ഏരിയയിലാണ് നമ്മളെ ഗുണാക്കേവ് ഹീറ്റ് കേവ് വരുന്നത്. ഇതിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയിട്ടാണ്. ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ കൊണ്ട് നമുക്കിത് ഇതിലെങ്ങനെ നടന്നിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് വരണം. ഇതേ കണ്ടില്ലേ നമ്മളെ വണ്ടി അവിടെ നിർത്തിയേക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടിയ എവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടാവട്ടോ അങ്ങനത്തെ കുറെ കുരുപ്പുകൾ കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ കളിയല്ല കളിക്കുന്നത്. ഏകദേശം എത്താനായിട്ടുണ്ട്. അവിടെ എന്തായിരിക്കും വ്യൂ എന്നുള്ളത്, എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുക എന്നുള്ളതൊക്കെ ഒരു കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. സംഭവം എന്തായാലും നമ്മൾ പോയിട്ട് നോക്കാം. ഞാൻ കരുതി ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും. വെള്ളം പോയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ വെള്ളമൊക്കെ ഉണ്ടോ ആവോ? ഷാജിക്ക, വെള്ളം എവിടെ? വെള്ളം അതൊരു ഞാൻ മുന്നിൽ തോന്നുന്നു. ആ ചാവിയായിട്ട് ഞാൻ വണ്ടിയിലുണ്ടാവും. ഷാജിക്കായ ഞാൻ വണ്ടിയിൽ പോയിരിക്കാം. വെള്ളം എവിടെയാണ്? വണ്ടിയിൽ പോയിരിക്കാം. അതാണ്ട അങ്ങോട്ട് വരും. ഞാൻ കുഴപ്പമില്ല, മെല്ലെ പോ. എങ്ങനെ ഷാജിക്ക പേടിച്ചിട്ട് ഇറങ്ങുന്നില്ല. ഞാനേ ഇവിടെ കുളിക്കുന്നില്ല കേട്ടോ. ഇല്ല, ഞാൻ നോക്കുന്നുണ്ട്. ഇതാ കാണുന്നുണ്ട്. സംഭവം ഷാജിക്ക സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നല്ല ഡേഞ്ചറാണ്. കാരണം ഇങ്ങനത്തെ കല്ലുകളൊക്കെ കണ്ടില്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ച് ഇറങ്ങണം. കെയർഫുൾ മാൻ. അതിലെ വരില്ല, അപ്പുറത്തൂടോ. ഇത് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിലേ ഞാൻ വേർത്തിട്ടോ, ശരിക്കും വേർത്ത്. പാകിസ്ഥാനൊക്കെ മരിക്കാനായിക്കണു. കേവ് എന്ന് വെറുതെ പറയണമെന്നല്ല, നല്ലൊരു ഗുഹ തന്നെ ഗൈസ്. ഹർഷാദ് വരുന്ന ഹർഷ വാടാ മോനെ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ പെരുഞ്ചൂട്. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പ്. വേറൊരു കാര്യം ഉണ്ട് ഹർഷാദ്, ഒരു കാര്യം. ഇവിടുന്ന് മേലെ നോക്കിയാൽ കാണൂല. ഏതോ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ. അഥവാ ഇത് ഇടിഞ്ഞങ്ങാൻ വീടാ തീർന്ന്. ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങട്ടെ. നല്ലതാണ്. മൂടല്ലേ. ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഭയങ്കര പഞ്ഞിട്ടായി വന്നേ. വെള്ളത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ മൂടായി.
കുളിനെ കാണണോ? ആരും പോകാത്ത സ്ഥലത്ത് പോയിക്കണോ? ഭ്രാന്തൻ ആ മൂലയില് അതുണ്ടോ? ഷോ ഫുൾ ഷോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി റെഡിയായി ഇനിയിപ്പോൾ പോകാൻ പോവാണ്. ഇവിടെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്രയും ചൂട് കൊണ്ട് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു തണുപ്പ് കിട്ടും, അതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഇവിടെ വരാത്തവരൊക്കെ വരിക, നല്ലൊരു സുഖമാണ്. നാട്ടിലൊക്കെ നമ്മൾ മറ്റേ പുഴയിലൊക്കെ പോയി കുളിക്കുന്ന ഒരു ഫീലാണ്, വേറെ ഒന്നുമില്ല, ഹൈറ് തന്നെ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ പിന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കാൻ മറന്നു തരരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു തരരുത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ബൈ.